കാര്യം. സ്പീഡ് ഓഫ് ഓപ്പറേഷൻ ആണ് അതിന്റെ പ്രധാന ഘടകം. അപ്പൊ നമ്മൾ റിലേ യൂസ് ചെയ്താലും ഏകദേശം മില്ലി സെക്കൻഡുകൾ നമുക്ക് വേണ്ടി വരും അതിന്റെ ഒരു ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി. ആ മില്ലി സെക്കൻഡ് ഒത്തിരി കൂടി കഴിഞ്ഞാൽ സെക്കൻഡുകളാവും, പിന്നെ മിനിറ്റുകളാവും. നമുക്കറിയാം, നമുക്ക് രണ്ടാം ലോകമഹായുദ്ധത്തെ സിറ്റുവേഷൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള ഹിസ്റ്ററിക്ക്. അത് ഇപ്പൊ നമ്മളെ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, ഒരു രാജ്യത്തേക്ക് ശത്രുരാജ്യം മിസൈൽ എയ്തു വിടുക. അപ്പൊ എയ്തു വിടുമ്പോഴേക്കും നമുക്ക് ആ സ്വന്തം രാജ്യത്ത് നിന്ന് തിരിച്ചൊരു മിസൈല് അതിനെ കൗണ്ടർ മെഷേഴ്സ് ആയിട്ട് നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ മിസൈൽ വരുന്ന ദിശ, നമ്മുടെ ടാർഗറ്റ്, അതിന്റെ ആംഗിള്, ഇതിന്റെ കാൽക്കുലേഷൻ എല്ലാം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇത് നമ്മൾ കയ്യെ കൂട്ടിയോ അല്ലെങ്കിൽ ഈ പറയുന്ന പൾച്ചക്രം കറക്കിക്കൊണ്ടിരുന്നാലോ എന്ത് ചെയ്യും, ആ സമയത്തിനുള്ളിൽ മിസൈൽ ഇവിടെ പതിച്ചിരിക്കും. അപ്പൊ അത്രയും ഷാർപ്പായിട്ടുള്ളതും വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ റിസൾട്ട് തരുന്നതായിട്ടുള്ള ഡിവൈസുകൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു പുതിയൊരു നീഡ് നമുക്ക് അവിടെ വേണ്ടി വന്നു. അപ്പൊ ആവശ്യമാണ് കണ്ടുപിടുത്തങ്ങളുടെ മാതാവ് എന്ന് പറയുന്ന പോലെ തന്നെ നമുക്കപ്പോൾ അന്നേരം അവിടെ വാക്യൂം ട്യൂബ് ഉപയോഗിച്ച് ഒരു കമ്പ്യൂട്ടർ നിലവിൽ വന്നു. ഇനി നമുക്ക് അതിനെപ്പറ്റി ഒന്ന് നോക്കാം. ഏകദേശം 1942 ഫേസ് 2 എന്ന് പറയുന്ന കമ്പ്യൂട്ടർ സിസ്റ്റംസ്, അതായത് ഫസ്റ്റ് ജനറേഷൻ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ശരിക്കും നിലവിൽ വന്നത്. അപ്പം ഫസ്റ്റ് ജനറേഷൻ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ അതിലെ പ്രധാന ആക്റ്റീവ് കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ വാക്യൂം ട്യൂബുകളായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് അറിയാം, ആക്റ്റീവ് കമ്പോണന്റും പാസീവ് കമ്പോണന്റും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ശരിക്കും അറിയാം. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം, കാരണം ഇലക്ട്രോണിക്സ് സ്റ്റുഡൻസ് ആണ് എല്ലാവരും. ആക്റ്റീവ് കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ ഒരു സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യാനോ അതിനെ പ്രോസസ് ചെയ്യാനോ സാധിക്കുന്ന ഉപകരണങ്ങളെയാണ് നമ്മൾ ആക്റ്റീവ് ഉപകരണങ്ങൾ അഥവാ ആക്റ്റീവ് കമ്പോണന്റ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ വാക്യൂം ട്യൂബ്, ട്രാൻസിസ്റ്റർ, IC ഒക്കെ. ഇനി ഒരു സിഗ്നലിനെ പ്രോസസ് ചെയ്യാൻ കഴിവില്ല, പക്ഷേ ആക്റ്റീവ് കമ്പോണന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന കമ്പോണന്റ്, ബയാസിങ്ങിനും മറ്റും ഹെൽപ്പ് ചെയ്യുന്ന കമ്പോണന്റുകളാണ് പാസീവ് കമ്പോണന്റ്. അതിന് ഓൺ ആയിട്ട്, അതായത് അതിന് സ്വന്തമായിട്ടൊരു പ്രോസസ്സിംഗ് പവറോ ഒന്നും കാണില്ല, പക്ഷെ അത് അങ്ങോട്ട് യൂസ് ചെയ്തെങ്കിൽ മാത്രമേ ആക്റ്റീവ് കമ്പോണന്റ് വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പൊ ആദ്യകാലത്ത് റിലേ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് 1945 ഒക്കെ വാക്യൂം ട്യൂബുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പം ENIAC എന്ന് പറയുന്ന കമ്പ്യൂട്ടറാണ് ആദ്യത്തെ ഇലക്ട്രോണിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ. ഇലക്ട്രിക്കൽ അല്ല, ഓർത്തോളം, ഇലക്ട്രോണിക് കമ്പ്യൂട്ടറാണ് ENIAC. അതിന്റെ ഫുൾ ഫോം തന്നെ അങ്ങനെയാണ്, ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇന്റഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ. അതാണ് ENIAC എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ ഫസ്റ്റ് പ്രോഗ്രാമബിൾ ജനറൽ പർപ്പസ് ഇലക്ട്രോണിക് ഡിജിറ്റൽ കമ്പ്യൂട്ടർ. ആദ്യത്തെ പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന ഡിജിറ്റൽ ഇലക്ട്രോണിക് കമ്പ്യൂട്ടറാണ് ENIAC എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ENIACിലേക്ക് വരാം. ENIACിന്റെ കേസ് എടുക്കുവാണെങ്കിൽ അതിലൊരു സൈസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഒരു റൂം, നേരത്തെ നിങ്ങൾ ആ ഫിഗർ കണ്ടിട്ടുണ്ട്, ഒരു റൂം നിറച്ച് നിൽക്കുമായിരുന്നു. നേരത്തെ ഒരു ഓഡിറ്റോറിയം നിറച്ച് നിൽക്കുമായിരുന്നു, ഇപ്പോൾ ഒരു റൂം നിറച്ച് നിൽക്കുന്ന ഒരു സ്ട്രക്ചറിലേക്ക് കമ്പ്യൂട്ടർ മാറി. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചറിയാം, ഒരു വാക്യൂം ട്യൂബ്, അതായത് ഒരു വാക്യൂം ട്യൂബ് ആണ് അവിടെ ഒരു ബിറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അതായത് ഡാറ്റ സ്റ്റോറേജ് എലമെന്റിന് ഒരു ബിറ്റ് ആണ് അത് സൂചിപ്പിച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ബിറ്റ് സ്റ്റോർ ചെയ്യണമെങ്കിൽ ഒരു വാക്യൂം ട്യൂബിൽ പവർ കൊടുക്കണം. ആ പവർ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന പവർ ഒന്നുമല്ല. അന്നത്തെ കേസിൽ കിലോ വാട്ട് കണക്കിന് പവറാണ് ഇത്രയും വാക്യൂം ട്യൂബുകൾ തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നത്. അപ്പൊ ഇത് ഭയങ്കരമായിട്ട് ചൂടാവും. ചൂടായി കഴിഞ്ഞ ശേഷം ഇത് കൂൾ ചെയ്യാൻ വേണ്ടി പ്രത്യേക എയർ കണ്ടീഷൻ വേണം, പിന്നെ വർക്ക് ചെയ്യാൻ പ്രത്യേകം സബ്സ്റ്റേഷൻസ് വേണം, പിന്നെ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ വളരെയധികം ആൾക്കാർ വേണം. അപ്പോൾ വലിയൊരു യുദ്ധഭൂമിയിൽ എന്ന പോലെയാണ് ഈ സിസ്റ്റം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എങ്കിലും ഇത് മെക്കാനിക്കൽ കമ്പ്യൂട്ടറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ എഫിഷ്യന്റ് ആയിരുന്നു. കാരണം എന്താണെന്നറിയോ, മെക്കാനിക്കൽ കമ്പ്യൂട്ടറിൽ നമുക്കറിയാം പൾചക്രം വഴിയാണ് നമുക്ക് ഔട്ട്പുട്ട് തന്നുകൊണ്ടിരുന്നത്. എങ്കിൽ ഇവിടെ എന്തായിരുന്നു ഔട്ട്പുട്ട്? നമുക്കൊരു ഇൻഡിക്കേഷൻ, ഒരു LED വേണ്ട, LED ആ സമയത്തൊന്നും ഇറങ്ങിയിട്ടില്ല, ഒരു ലാമ്പ്, ഒരു ഫിലമെന്റ് ലാമ്പ് വഴി നമുക്ക് ഔട്ട്പുട്ട് കാണാൻ പറ്റുമായിരുന്നു. ഇപ്പൊ ഒന്നും കൂട്ടിയിട്ടുണ്ടെങ്കിൽ 2 എന്നുള്ള റിസൾട്ട് ആ രണ്ടാമത്തെ ബൾബ് അവിടെ കത്തും. അപ്പൊ അങ്ങനെയാണ് ഇതിൽ ഔട്ട്പുട്ട് കണ്ടിരുന്നത്. പിന്നീട് കാഥോഡ് റേ ട്യൂബ് ഒക്കെ വന്നതിന് ശേഷമാണ് നമുക്ക് ആ ഡിസ്പ്ലേ ഗ്രാഫിക്സ് എന്നൊക്കെ ഉള്ള കൺസെപ്റ്റ് വന്നത്. അതിനെക്കുറിച്ച് ഞാൻ എന്തായാലും തീർച്ചയായിട്ടും പറയുന്നുണ്ട്. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ജനറേഷൻ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അത് കംപ്ലീറ്റ്ലി ഇലക്ട്രോണിക് എന്ന് പറയാൻ കാര്യം അവിടെ മൂവ്മെന്റ് നടത്തുന്ന കമ്പോണൻസ്, അതായത് ഒരു മെക്കാനിക്കൽ സ്വിച്ചോ റിലേ ഒന്നുമില്ല, അതിന് പകരം വാക്യൂം ട്യൂബാണ് അവിടെ യൂസ് ചെയ്തിരുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു കമ്പ്യൂട്ടറിനെ പറ്റി പഠിക്കാം. അതും ഫസ്റ്റ് ജനറേഷൻ തന്നെയായിരുന്നു. എഡ്വാഗ് എന്ന് പറയുന്ന കമ്പ്യൂട്ടർ 1949 ഡെവലപ്പ് ചെയ്ത കമ്പ്യൂട്ടറാണ് എഡ്വാഗ് എന്ന് പറയുന്നത്. ഇലക്ട്രോണിക് ഡിസ്ക്രീറ്റ് വേരിയബിൾ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ എന്ന് പറയും. ആദ്യത്തെ സ്റ്റോർഡ് പ്രോഗ്രാം കമ്പ്യൂട്ടറാണ് എഡ്വാഗ് എന്നറിയപ്പെടുന്നത്. അതായത് നമുക്കൊരു കമ്പ്യൂട്ടറിൽ ഡാറ്റ സ്റ്റോർ ചെയ്യാനും അത് പിന്നീട് നമുക്ക് പ്രോസസ്സ് ചെയ്യാനും ഒക്കെ സാധിച്ചിരുന്ന ഒരു കൺസെപ്റ്റ് അന്ന് കൊണ്ടുവന്നായിരുന്നു. അപ്പൊ അത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എഡ്വാഗിലായിരുന്നു. അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പഞ്ച് കാർഡ് ആൻഡ് മാഗ്നറ്റിക് ഡ്രം ആസ് എ സ്റ്റോറേജ് ഡിവൈസ്. ഓക്കെ, ഇനി എന്താണ് പഞ്ച് കാർഡ്, എന്താണ് ഈ പറയുന്ന മാഗ്നറ്റിക് ഡ്രം, ഇതിനെ പറ്റി ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം.
ഇനി നമുക്ക് നോക്കാം എന്താണ് സ്റ്റോറേജ് ഡിവൈസ്. നമുക്കറിയാം കമ്പ്യൂട്ടർ പ്രോസസ്സ് ചെയ്യുന്ന ഡേറ്റയെ നമുക്ക് ഭാവിയിൽ അനലൈസ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ അതിന് മാനിപ്പുലേഷൻ നടത്തണമെങ്കിലോ നമുക്ക് എന്ത് ചെയ്യണം, അത് സ്റ്റോർ ചെയ്യണം. അപ്പം അങ്ങനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ആദ്യകാലത്തിൽ ഉപയോഗിച്ചിരുന്ന ടെക്നോളജിയാണ് പഞ്ച് കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ എക്സ്റ്റേണൽ സ്റ്റോറേജ് ഡിവൈസ് ആണ് പഞ്ച് കാർഡ്. നിങ്ങൾക്കറിയാം ഇപ്പോഴത്തെ എക്സ്റ്റേണൽ സ്റ്റോറേജ് ഡിവൈസ് ഏതൊക്കെയാണ്? USB ഡ്രൈവ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഫ്ലാഷ് മെമ്മറി ഉണ്ട്, പിന്നെ മെമ്മറി കാർഡ് ഉണ്ട്, CD DVD അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ പണ്ട് കാലത്ത് ഇതിന് പകരം ഉപയോഗിച്ചിരുന്ന ഒരു ടെക്നോളജി ആയിരുന്നു പഞ്ച് കാർഡ്. നമുക്ക് ആ ഫിഗർ ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നിങ്ങൾക്ക് ഒരു കട്ടിയുള്ള ഒരു പേപ്പർ, ആ പേപ്പറിൽ 1 2 3 4 എന്നങ്ങനെ പല പാറ്റേണിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവിടെ പല ഭാഗത്ത് ഹോൾ ഇട്ടിട്ടുണ്ട്. ആ ഹോളിൽ കൂടെ ലൈറ്റ് അടിക്കുമ്പോഴേക്കും ഒരു പാറ്റേൺ ജനറേറ്റ് ചെയ്യുമല്ലോ, അല്ലെങ്കിൽ അതിന്റെ പൊസിഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അങ്ങനെയാണ് അന്ന് സ്റ്റോർ ചെയ്തത്. ഇപ്പോൾ 15 എന്ന് പറയുന്ന റിസൾട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നാമത്തെ 1 പിന്നെ അതിൽ അഞ്ചാമത്തെ 5 നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്യാം. അപ്പോൾ അതിന്റെ ഓരോ പൊസിഷൻ അനുസരിച്ച് അത് ഏത് ഡിജിറ്റാണ് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. അതിനൊരു സീക്വൻസ് ഉണ്ട്, ആ സീക്വൻസിൽ തന്നെ കട്ട് ചെയ്യാൻ പറ്റും. ഇതായിരുന്നു ആദ്യത്തെ എക്സ്റ്റേണൽ മെമ്മറി എന്ന് പറയുന്നത്. നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന ആദ്യത്തെ മെമ്മറി പഞ്ച് കാർഡിന്റെ രൂപത്തിലായിരുന്നു. പിന്നെ അന്നത്തെ ഇന്റേണൽ സ്റ്റോറേജ് ആണ് നിങ്ങൾ ഫിഗർ 2 കാണുന്നത്. മാഗ്നറ്റിക് ഡ്രം ആയിരുന്നു അന്ന് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ മാഗ്നറ്റിക് ഡ്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ടേപ്പ് റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു മാഗ്നറ്റിക് ഫിലിം ഉണ്ട്, ഒരു ഹെഡും കാണും. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിസിറ്റിക്ക് അനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. ആ മാഗ്നറ്റിക് ഫീൽഡ് ആണ് നമുക്ക് നോർത്ത് സൗത്ത് എന്നുള്ള ഒരു പാറ്റേണിൽ ഇതിനകത്ത് റൈറ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതായിരുന്നു അന്നത്തെ ഒക്കെ മെമ്മറി സിസ്റ്റം എന്ന് പറഞ്ഞാൽ. ഇത്രയൊക്കെ സൈസ് കണ്ടു കഴിയുമ്പോൾ വലിയ സൈസ് ഉണ്ടെങ്കിലും ഇതൊക്കെ ഏതാനും കിലോബൈറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് 20 KB 30 KB ഒക്കെ അന്ന് സൈസ് ഉണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ 20 KB എന്ന് പറഞ്ഞാൽ അന്ന് വലിയ കാര്യം തന്നെയായിരുന്നു. ഇനി നമുക്ക് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിനെ പറ്റി പഠിക്കാം. അപ്പോൾ ഇത്രയും നേരം ഞാൻ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തു. നിങ്ങൾക്ക് എല്ലാവർക്കും അത് വളരെ നല്ല രീതിയിൽ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ആക്റ്റീവ് കമ്പോണന്റ് ആണ് ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ട്രാൻസിസ്റ്റർ? അപ്പോൾ ട്രാൻസിസ്റ്റർ നിങ്ങൾക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾ നല്ലപോലെ പഠിച്ചിട്ടുണ്ട്, എങ്കിലും ഞാനൊന്ന് പറയുവാണ്. ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു 3 ടെർമിനൽ ആക്റ്റീവ് ഡിവൈസ് ആണ്. അതായത് എമിറ്ററിൽ നിന്ന് കളക്ടറിലേക്കുള്ള കറണ്ട് ഫ്ലോ നിയന്ത്രിക്കാൻ ബേസിന് സാധിക്കും. അതായത് ബേസിൽ ഉപയോഗിക്കുന്ന കറണ്ട് ഉപയോഗിച്ച് നമുക്ക് എമിറ്ററിൽ നിന്ന് കളക്ടറിലേക്കുള്ള കറണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരു കറണ്ട് കൺട്രോളിന്റെ ഡിവൈസ് ആണ് ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. ഒരു വാക്യൂം ട്യൂബിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ട്രാൻസിസ്റ്ററിന്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് പവർ ഉപയോഗിച്ച് നല്ല എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ സൈസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ഒരു വാക്യൂം ട്യൂബ് എടുക്കുവാണെങ്കിൽ നമുക്കറിയാം ഒരു ഗ്ലാസിന്റെ അത്രയും വലിപ്പം ഉണ്ടെങ്കിൽ ഒരു ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കയ്യിൽ ഒതുങ്ങാവുന്ന ഒരു 2 വിരലിഞ്ചിടയ്ക്ക് ഒതുങ്ങാവുന്ന ഒരു ഡിവൈസ് ആണ് ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസിസ്റ്റർ വന്നതോടുകൂടി എന്ത് സംഭവിച്ചു? കമ്പോണൻസിന്റെ സൈസ് വീണ്ടും കുറയാൻ തുടങ്ങി, അതുപോലെ തന്നെ എഫിഷ്യൻസി കൂടാൻ തുടങ്ങി. പിന്നെ പണ്ടത്തെ പോലെ ഹ്യൂജ് പവർ സപ്ലൈ അവിടെ ആവശ്യമില്ലാതെ വന്നു. അപ്പം നമുക്ക് ആ ഒരു സിസ്റ്റത്തിലേക്കൊന്ന് നോക്കാം. അപ്പം ട്രാൻസിസ്റ്റർ യൂസ് ചെയ്തപ്പം ഉള്ള ഒരു കമ്പ്യൂട്ടറിന്റെ പടം നിങ്ങൾ കണ്ടോ? ആദ്യം നമ്മളൊരു വാക്യൂം ട്യൂബ് ഉപയോഗിച്ചപ്പോൾ ഉള്ള ഒരു ഫിഗർ നിങ്ങൾ കണ്ടായിരുന്നു. ഒരു മുറി മുഴുവൻ നിറഞ്ഞു നിന്ന കമ്പ്യൂട്ടർ ഇപ്പം ഒരു മേശപ്പുറം മുഴുവൻ ആ ഒരു സൈസിലേക്ക് മാറി. അതായത് മുറിയുടെ അത്രയും വലിപ്പമുള്ള ഒരു കമ്പ്യൂട്ടർ മേശപ്പുറത്തിന്റെ അത്രയിലേക്കും മാറി. അപ്പോൾ ഓർക്കണം, ആദ്യം ഓഡിറ്റോറിയത്തിന് അത്രയും വലിപ്പം ഉണ്ടായിരുന്നു, പിന്നെ ഒരു മുറിയുടെ അത്രയും, ഇപ്പം എന്തായി? ഒരു മേശപ്പുറത്തിന്റെ അത്രയും. അപ്പൊ ഡെസ്ക് ടോപ്പ്, അതായത് ഡെസ്കിന്റെ പുറത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പ്യൂട്ടർ എന്നുള്ള ഒരു കൺസെപ്റ്റ് ട്രാൻസിസ്റ്റർ വന്നതോടുകൂടി അവിടെ ഇൻട്രൊഡ്യൂഷൻ ചെയ്യപ്പെട്ടു. അപ്പം ഈ ട്രാൻസിസ്റ്റർ വന്നേ പിന്നെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ സർക്യൂട്ട് ബോർഡുകൾ പണ്ട് പലകളിൽ അടുക്കിയായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. പിന്നീട് അത് പ്രിന്റഡ് സർക്യൂട്ട് ബോർഡായിട്ട് മാറി. അപ്പം നിങ്ങൾക്ക് അതിന്റെ തൊട്ട് രണ്ടാമത്തെ അടുത്തുള്ള ഒരു ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അവിടെ ട്രാൻസിസ്റ്റർ എന്ത് ചെയ്തേക്കുക, ഒരു സർക്യൂട്ട് ബോർഡിൽ പ്രിന്റ് ചെയ്ത് വെച്ചേക്കുന്ന. അപ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ പോയിന്റ് നമുക്ക് നോക്കാം. മാഗ്നറ്റിക് ടേപ്പ് യൂസ്ഡ് ആസ് എക്സ്റ്റേണൽ മെമ്മറി. നമുക്ക് ഈ പറയുന്ന പോലെ പഞ്ചിങ് കാർഡിന്റെ കാലം കഴിഞ്ഞു, മാഗ്നറ്റിക് ഡിവൈസുകൾ കൂടുതലായിട്ടാണ് ഡെവലപ്പായി. പിന്നെ മൂന്നാമത്തെ പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, മാഗ്നറ്റിക് ഡിസ്ക് യൂസ്ഡ് ആസ് ഇന്റേണൽ മെമ്മറി. ഇന്റേണൽ മെമ്മറി ആയിട്ടും മാഗ്നറ്റിക് ഡിസ്ക് അവിടെ യൂസ് ചെയ്തു. അത് നേരത്തെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ 30 KB നിന്ന് 128 KB ആയിട്ട് മെമ്മറി അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടു. അതുപോലെ സ്പീഡും കൂടി. പിന്നെ ആദ്യമായിട്ട് അസംബ്ലി ലാംഗ്വേജ്, അതായത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, അസംബ്ലി ലാംഗ്വേജ് ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി ഈ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടർ വന്നതോടുകൂടി. അപ്പോഴത്തേക്കും ഒരു കാര്യമുണ്ട്, ഈ അസംബ്ലി ലാംഗ്വേജ് ഒക്കെ വന്നതോടുകൂടി ഓരോ പ്രോഗ്രാമും നമുക്ക് സ്റ്റോർ ചെയ്ത് നമ്മുടെ ആവശ്യാനുസരണം എക്സിക്യൂട്ട് ചെയ്യാന്നുള്ള കൺസെപ്റ്റ് ഒക്കെ അവിടെ വന്നു. പിന്നെ ഇതിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 300 ഇൻസ്ട്രക്ഷൻ, 300 ഇൻസ്ട്രക്ഷൻസ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ 300 ഇൻസ്ട്രക്ഷൻസ് വരെ നമുക്ക് അതിന് എക്സിക്യൂട്ട് ചെയ്യാം.
എക്സാമ്പിൾ IBM 1401, IBM 7094, CDC 3600. ഇതൊക്കെയാണ് ആ അന്നത്തെ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിന്റെ എക്സാമ്പിൾ. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയുണ്ട്. സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിലാണ് നമ്മുടെ ബൾബുകൾ റീപ്ലേസ് ചെയ്ത് 7 സെഗ്മെന്റ് ഡിസ്പ്ലേ ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പം നേരത്തെ നിങ്ങൾക്ക് ഒന്നെന്ന് റിസൾട്ട് കിട്ടണമെങ്കിൽ ആ ഒന്നാമത്തെ ലൈറ്റ് കത്തുമായിരുന്നു. പക്ഷെ ഇവിടെ എന്താ, ഒന്നെന്ന് എഴുതി കാണിക്കും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, 7 സെഗ്മെന്റ് ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് 1 എന്നുള്ള ഡിസ്പ്ലേ അവിടെ നിങ്ങൾക്ക് എഴുതി തന്നെ കാണിക്കും. ഇനി നമുക്ക് തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടർ സിസ്റ്റത്തെ പറ്റി പഠിക്കാം. 1960കളുടെ അവസാനമാണ് IC എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ശരിക്കും കൊണ്ടുവന്നത്. അതായത് ലാർജ് നമ്പർ ഓഫ് ഡിസ്ക്രീറ്റ് കമ്പോണന്റിനെ ഒരു സിംഗിൾ സിലിക്കൺ ചിപ്പിൽ ഒതുക്കുന്ന ടെക്നോളജിയാണ് IC എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ട്രാൻസിസ്റ്റർ, റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഡയോഡ്, ഈ പറയുന്ന കമ്പോണൻസ് എല്ലാം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്യുന്നതിന് പകരം ഇതെല്ലാം കൂടെ ഒരു സിംഗിൾ സിലിക്കൺ ചിപ്പിൽ ഫാബ്രിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താ? ഒന്നാമത്തെ കാര്യം, നമുക്ക് സ്പേസ് വളരെ കുറയ്ക്കാൻ പറ്റും, സ്പീഡ് കൂട്ടാൻ പറ്റും, പിന്നെ അതുപോലെ തന്നെ പവർ കൺസപ്ഷൻ വളരെ കുറവാണ്. അപ്പോൾ ഇതൊക്കെ വന്നതോടുകൂടി ശരിക്കും പറഞ്ഞാൽ കമ്പ്യൂട്ടറിന്റെ എന്താ പറയുക, ഒരു ന്യൂ ആയിട്ടുള്ള ഒരു അതായത് പുതിയ യുഗം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. IC വന്നതോടുകൂടിയാണ് ശരിക്കും കമ്പ്യൂട്ടർ അത്രമാത്രം ഡെവലപ്പ് ആയത്. ആപ്പിൾ കമ്പ്യൂട്ടേഴ്സും ഡോസും അതുപോലെ വിൻഡോസും എല്ലാം വരാൻ കാരണം ഈ IC വന്നതോടുകൂടിയാണ്. അപ്പം നമുക്ക് ആ ഒരു ഫിഗറിലേക്ക് പോവാം. അപ്പം സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തേർഡ് ജനറേഷന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ IC ആണ് യൂസ് ചെയ്യുന്നത്. അത് ആക്റ്റീവ് എലമെന്റ് ആയിട്ട് അവിടെ IC യൂസ് ചെയ്യുന്നു. രണ്ടാമത്തെ, മാഗ്നറ്റിക് ടേപ്പ് യൂസ്ഡ് ആസ് എക്സ്റ്റേണൽ മെമ്മറി. അതുവരെ പഞ്ച് കാർഡ് ഉപയോഗിച്ചിരുന്ന സ്ഥലത്ത് മാഗ്നറ്റിക് ടേപ്പുകളാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ സെമി കണ്ടക്ടർ RAM ആണ് അതിനകത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ സെമി കണ്ടക്ടർ RAM എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അതിൽ ഉപയോഗിച്ചിട്ടിരുന്ന മെമ്മറി എന്ന് പറയുന്നത് CMOS, അതായത് കോംപ്ലിമെന്ററി മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ എന്ന് പറയുന്ന ടെക്നോളജിയാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പം അവിടെ പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അവിടെ ഒരു മൂവിങ് പാർട്സ് ഇല്ല. ഹാർഡ് ഡിസ്കിനെ പോലെ അല്ലെങ്കിൽ മാഗ്നറ്റിക് ടേപ്പിനെ പോലെ ഒരു മൂവിങ് പാർട്സ് ഇല്ലാത്തതുകൊണ്ട് വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഡാറ്റ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അതുപോലെ മാഗ്നറ്റിക് ഡിസ്കിന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 1 MB വരെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. അന്നത്തെ കാലത്ത് 1 MB എന്ന് പറഞ്ഞാൽ അത് വളരെ വലുത് തന്നെയാണ്. പിന്നെ ആദ്യമായിട്ട് ഹൈ ലെവൽ ലാംഗ്വേജ്. അപ്പോൾ ഇതിന് മുമ്പുള്ള സിസ്റ്റത്തിലൊക്കെ അസംബ്ലി ലാംഗ്വേജ് യൂസ് ചെയ്തെങ്കിൽ പിന്നീട് ഹൈ ലെവൽ ലാംഗ്വേജ് യൂസ് ചെയ്യാൻ തുടങ്ങി. അതിന് എക്സാമ്പിൾ ആണ് C++ ഒക്കെ. പിന്നെ 300 തൊട്ട് 3000 ഇൻസ്ട്രക്ഷൻസ് വരെ എക്സിക്യൂട്ട് ചെയ്യാൻ അതിന് കപ്പാസിറ്റി ഉണ്ടായിരുന്നു. അതിന് എക്സാമ്പിൾ ആണ് IBM 360, IBM 1900, CDC 3600 എന്ന് പറയുന്ന കമ്പ്യൂട്ടറൊക്കെ. പിന്നെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയുണ്ട്. ഈ തേർഡ് ജനറേഷൻ സിസ്റ്റത്തിൽ ആദ്യമായിട്ട് കളർ ഡിസ്പ്ലേസ്, ഗ്രാഫിക്സ് ഇതെല്ലാം വന്നു. അപ്പം CRT മോണിറ്ററും ശരിക്കും പറഞ്ഞാൽ പണ്ട് ഉണ്ടായിരുന്നെങ്കിൽ പോലും സെക്കൻഡ് ജനറേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ പോലും ഒരു ഗ്രാഫിക്സിനെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാനോ ഒന്നും അതിന് ശേഷിയില്ലായിരുന്നു. പക്ഷേ ഈ തേർഡ് ജനറേഷൻ സിസ്റ്റം വന്നതോടുകൂടി ഗ്രാഫിക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ശരിക്കും പറഞ്ഞാൽ ചെറിയ തോതിൽ ഡെവലപ്പായി തുടങ്ങി. അപ്പോൾ ഫോർത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ഗ്രാഫിക്സ് ഒക്കെ നല്ല രീതിയിൽ വന്നത്. തേർഡിൽ ചെറിയ ലൈൻസ്, അതുപോലെ തന്നെ ചെറിയ ചെറിയ കളർ വെച്ചുള്ള പിക്സൽസ്, ഇതൊക്കെ ഡെവലപ്പ് ആവാൻ തുടങ്ങി. ഇനി ഞാൻ അടുത്തായിട്ട് പറയാൻ പോകുന്നത് ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടറിനെ പറ്റിയാണ്. നമുക്കറിയാം, 1960കളിൽ IC കണ്ടുപിടിച്ചു. എന്നാൽ 10 വർഷത്തിന് ശേഷം വളരെ ICകളിൽ തന്നെ വലിയൊരു ടെക്നോളജി മുന്നേറ്റം ഉണ്ടായി. അങ്ങനെ VLSI എന്ന് പറയുന്ന ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. വെരി ലാർജ് സ്കെയിൽ ഓഫ് ഇന്റഗ്രേഷൻ എന്ന് പറയും. ഏകദേശം 1971 തൊട്ട് 1999 വരെ ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടറിന്റെ യുഗമായിരുന്നു. അപ്പോൾ ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടറിലേക്ക് നമുക്ക് നോക്കാം. അപ്പോൾ ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്തിരുന്നത് VLSI ടെക്നോളജിയാണ്. വെരി ലാർജ് സ്കെയിൽ ഓഫ് ഇന്റഗ്രേഷൻ എന്ന് പറയും. അതായത് 10,000 കണക്കിന് കമ്പോണൻസുകൾക്ക് മേളിൽ ഒരു IC ചിപ്പിനകത്ത് ഫാബ്രിക്കേഷൻ പരിപാടിയാണ് അതിന് VLSI എന്ന് പറയുന്നു. അപ്പോൾ VLSI ഉപയോഗിച്ചാണ് നമ്മൾ ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടർ ഡെവലപ്പ് ചെയ്തിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ആദ്യമായിട്ട് CD, കോമ്പാക്ട് ഡിസ്ക് എക്സ്റ്റേണൽ മെമ്മറി ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ CD വന്നതോടുകൂടി കുറേയൊക്കെ മാഗ്നറ്റിക് ടേപ്പുകളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റി. അപ്പം ഈ മാഗ്നറ്റിക് ടേപ്പിന്റെ പ്രധാന പോരായ്മ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മാഗ്നറ്റിക് ടേപ്പ് യൂസ് ചെയ്യുമ്പോഴേക്കും അതിൽ കുറേ നാൾ കഴിയുമ്പോഴേക്കും അതിനകത്തെ ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കുറയും. അപ്പോൾ ഔട്ട്പുട്ടും നമുക്ക് കുറയും. അപ്പോൾ എറർ വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പം CD ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടറിലാണ്. പിന്നെ അതുപോലെ ഹാർഡ് ഡിസ്ക്, പഴയ മാഗ്നറ്റിക് ഡ്രമ്മൊക്കെ മാറി ഹാർഡ് ഡിസ്ക് ഉപയോഗിക്കാൻ തുടങ്ങി. ഏകദേശം 100 MB തൊട്ട് 20 GB വരെ കപ്പാസിറ്റി അന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കൺസെപ്റ്റ് ഓഫ് വിൻഡോസ്. അപ്പോൾ നമുക്കറിയാം, നേരത്തെ സെക്കൻഡ് ജനറേഷൻ തേർഡ് ജനറേഷനിലൊക്കെ ആണെങ്കിൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അവിടെ നമുക്ക് വ്യക്തമായിട്ട് പറയുന്നില്ലായിരുന്നു.
ഉണ്ടായിരിക്കും, പക്ഷേ ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് വ്യാപകമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അല്ലായിരുന്നു. പക്ഷെ ആദ്യമായിട്ട് ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഡോസ്, വിൻഡോസ് അങ്ങനെയുള്ള കൺസെപ്റ്റ് ഒക്കെ വന്നത് ശരിക്കും പറഞ്ഞാൽ 4th ജനറേഷനിലാണ് അത് കുറച്ചുകൂടി ഡെവലപ്പ് ആയത്. അപ്പോൾ വിൻഡോസ്, ലിനക്സ് ഇതെല്ലാം ഒരുമാതിരിപ്പെട്ട എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും നമുക്ക് 4th ജനറേഷനിലാണ് ശരിക്കും അത് രൂപപ്പെട്ടത്. പിന്നെ ആദ്യമായിട്ട് ഇന്റർനെറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത് 4th ജനറേഷനിലാണ്. നമുക്കറിയാം 1990കളുടെ അവസാനമാണ് ഇന്റർനെറ്റ് ശരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അത് വ്യാപകമായത്. അപ്പോൾ 4th ജനറേഷൻ കമ്പ്യൂട്ടറിലാണ് ആദ്യമായിട്ട് ഇന്റർനെറ്റ് ഫെസിലിറ്റീസ് ഒക്കെ വന്നത്. പിന്നെ എടുത്തു പറയേണ്ട പ്രത്യേകത എന്ന് വെച്ചാൽ ഹൈ ലെവൽ ലാംഗ്വേജ്, അഡ്വാൻസ്ഡ് ഹൈ ലെവൽ ലാംഗ്വേജ്, ജാവ, വിഷ്വൽ ബേസിക് ഒക്കെയാണ് 4th ജനറേഷനിൽ നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നത്. അതുപോലെ കളർ ഡിസ്പ്ലേ, ഗ്രാഫിക്സ്, മൾട്ടിമീഡിയ. അതായത് പണ്ടത്തെ കമ്പ്യൂട്ടറിന് സ്പീക്കർ എന്നൊക്കെ പറഞ്ഞാൽ അന്ന് വലിയ ആഡംബരമായിരുന്നു. അപ്പോൾ അന്ന് സ്പീക്കർ ഒന്നും ഇല്ലായിരുന്നു. ശരിക്കും ഉണ്ടെങ്കിൽ തന്നെ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്ന വളരെ വിരളമായിരുന്നു. കാരണം വല്ല അലാറോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആപ്ലിക്കേഷനൊക്കെ വേണ്ടിയായിരുന്നു സ്പീക്കറുകൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഒരു ഓഡിയോ, MP3 ഫോർമാറ്റ്, ഒരു വീഡിയോ, ഗ്രാഫിക്സ് ഇതെല്ലാം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയത് ശരിക്കും 4th ജനറേഷൻ കമ്പ്യൂട്ടർ വന്ന പിന്നെ അതുപോലെ തന്നെ വൈഡ് റേഞ്ച് ഓഫ് പെരിഫറൽസ്. നമ്മൾ ഇന്ന് കാണുന്ന കീബോർഡ്, മൗസ്, അതുപോലെ തന്നെ സ്കാനർ, പ്രിന്റർ, ഇതിന്റെ എല്ലാം മോഡേൺ ഫോം ശരിക്കും വന്നത് ഈ പറഞ്ഞ 4th ജനറേഷൻ കമ്പ്യൂട്ടറില്ല. പണ്ടൊക്കെ മൗസ് ഒക്കെ ഉണ്ടായിരുന്നു, ബോൾ മൗസും അതുപോലെ വലിയ ബോക്സ് ടൈപ്പുള്ള കീബോർഡൊക്കെ. പക്ഷെ ഇന്നത്തെ ടൈപ്പ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ളതും ടച്ചും ഒക്കെ ശരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്തത് ശരിക്കും 4th ജനറേഷൻ സിസ്റ്റത്തിലാണ്. അപ്പോൾ കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു കുതിച്ചുചാട്ടമാണ് 4th ജനറേഷൻ കമ്പ്യൂട്ടറിൽ ശരിക്കും സംഭവിച്ചത്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് ഇന്റൽ പെന്റിയം, AMD പ്രോസസ്സറുകൾ. അപ്പൊ ഈ പ്രോസസ്സറുകളൊക്കെ വന്നേ പിന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ കളർ ഡിസ്പ്ലേ, ഗ്രാഫിക്സ്. പിന്നെ വേറെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഉണ്ട്, GUI, ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് എന്ന് പറയുന്നത്. നമുക്ക് ഒരു ഐക്കണെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഒരു പാത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിസ്റ്റത്തിന്റെ ഫയലോ ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഒരു ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വരച്ച് ഡിസൈൻ ചെയ്ത് കാര്യങ്ങളൊക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഗ്രാഫിക്കലായിട്ടുള്ള ഒരു ഇന്റർഫേസ് കൊണ്ടുവന്നത് ശരിക്കും 4th ജനറേഷൻ കമ്പ്യൂട്ടറിലാണ്. അപ്പോൾ 3rd ജനറേഷൻ എന്നൊക്കെ പറഞ്ഞാൽ കമാൻഡ് അടിച്ചു കൊടുത്ത് എക്സിക്യൂഷൻ നടത്തുമായിരുന്നു. അപ്പോൾ അതൊക്കെ വളരെ ഹാർഡായിട്ടുള്ള പരിപാടികളാണ്. കാരണം നമുക്ക് എപ്പോഴും ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരു ലൈൻ വരയ്ക്കണമെങ്കിൽ അതിന്റെ XY കോർഡിനേറ്റ് ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. പക്ഷേ ഈ 4th ജനറേഷൻ കമ്പ്യൂട്ടർ വന്നതോടുകൂടി ഗ്രാഫിക്സ് ഒക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് മൗസ് ഉപയോഗിച്ച് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറി. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്റർനെറ്റ് എന്നുള്ള കാര്യം. കമ്പ്യൂട്ടർ തമ്മിൽ കണക്ട് ചെയ്ത് ലോകം മുഴുവൻ നമുക്ക് ഡാറ്റ എക്സ്ചേഞ്ച് ചെയ്യാവുന്ന ഒരു ഫോമിലേക്ക് മാറിയത് 4th ജനറേഷനിലാണ്. അടുത്തതായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5th ജനറേഷൻ കമ്പ്യൂട്ടറിനെ പറ്റിയാണ്. അതായത് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന ടെക്നോളജി, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി. 2000ത്തിന്റെ തുടക്കത്തിൽ, അതായത് 21ാം നൂറ്റാണ്ടിലാണ് ശരിക്കും പറഞ്ഞാൽ 5th ജനറേഷൻ കമ്പ്യൂട്ടർ ഉദയം കൊണ്ടത്. അപ്പോൾ നമുക്ക് ആ 5th ജനറേഷൻ കമ്പ്യൂട്ടറിനെ പറ്റി ഒന്ന് നോക്കാം. അതായത് 5th ജനറേഷൻ കമ്പ്യൂട്ടർ ULSI ടെക്നോളജിയാണ് യൂസ് ചെയ്തിരുന്നത്. ULSI എന്ന് പറഞ്ഞാൽ അൾട്രാ ലാർജ് സ്കെയിൽ ഓഫ് ഇന്റഗ്രേഷൻ. അതായത് 10,000 അല്ല, ലക്ഷക്കണക്കിന് ഡിസ്ക്രീറ്റ് കമ്പോണൻസ്, റെസിസ്റ്റർ, കപ്പാസിറ്റർ, അതുപോലെ തന്നെ ഡയോഡ്, ഇതെല്ലാം ലക്ഷക്കണക്കിന് കൗണ്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ULSI ടെക്നോളജി ഉപയോഗിച്ചാണ് ഇപ്പോൾ ഉള്ള 5th ജനറേഷൻ കമ്പ്യൂട്ടറൊക്കെ ഡെവലപ്പ് ആക്കിയേക്കുന്നത്. അപ്പോൾ ഈ 5th ജനറേഷൻ കമ്പ്യൂട്ടർ വന്നതോടുകൂടി CD, DVD, USB, അതുപോലെ SD കാർഡ് തുടങ്ങിയ എക്സ്റ്റേണൽ മെമ്മറി വളരെയധികം വ്യാപകമായിട്ട് അവൈലബിൾ ആവാൻ തുടങ്ങി. അപ്പോൾ നമുക്കറിയാം പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ പഞ്ചിങ് കാർഡ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റിയിരുന്നത്. ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് അടുത്ത കമ്പ്യൂട്ടറിലേക്ക് നമുക്ക് പഞ്ചിങ് കാർഡ് വെച്ചിട്ട് വേണം ട്രാൻസ്ഫർ ചെയ്യാൻ. അപ്പോൾ അങ്ങനെയുള്ള കൺസെപ്റ്റിൽ നിന്ന് മാറി നമുക്ക് ഒരു വിരൽത്തുമ്പിൽ ഒതുങ്ങുന്ന രീതിയിൽ മെമ്മറി കാർഡ്, അതുപോലെ തന്നെ ഹൈ കപ്പാസിറ്റി ഉള്ള DVD, ബ്ലൂറേ ഡിസ്ക്, ഇതെല്ലാം വന്നത് ശരിക്കും പറഞ്ഞാൽ 5th ജനറേഷനിലാണ്. പിന്നെ അതുപോലെ തന്നെ ഹാർഡ് ഡിസ്ക്, സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്, SSD എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ ഉള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയാണ്. അതിന് മൂവിങ് പാർട്സുകളൊന്നും കാണത്തില്ല. ഇതൊക്കെ ഡെവലപ്പ് ആയത് ശരിക്കും പറഞ്ഞാൽ 5th ജനറേഷൻ കമ്പ്യൂട്ടറിലാണ്. അപ്പോൾ അതിന്റെ ഡാറ്റ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 100 GB തൊട്ട് 4 TB വരെയാണ്. അപ്പം നമുക്കറിയാം പണ്ടൊക്കെ ഞാൻ പറഞ്ഞു 30 KB എന്ന് പറഞ്ഞാൽ അന്ന് വലിയ കാര്യമായിരുന്നു. പക്ഷെ ഇപ്പം 30 KB എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഒരു ടെക്സ്റ്റ് ഫയലിന് വരെ ഇപ്പോൾ ഒരു ആവറേജ് ഒരു 100 KB ഒക്കെയും കാണും. അപ്പോൾ ഇപ്പോഴുള്ള ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുവാണെങ്കിൽ ഒരു 1 TB എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ മെമ്മറിയാണ് ഇപ്പോൾ. കാരണം നമുക്കറിയാം റിമോട്ടായിട്ട് ലൊക്കേറ്റ് ചെയ്യുന്ന ക്ലൗഡിൽ, സ്റ്റോറേജിലും, അതുപോലെ തന്നെ നമുക്ക് ഗൂഗിൾ, യാഹു ഇതിൻ്റെയൊക്കെ സെർവറൊക്കെ ഇരിക്കുന്നത് എത്രയാ 10 20 TB മുകളിലാണ്. ഓക്കെ, 20 ആയിരിക്കത്തില്ല. അത് ഒരു രാജ്യത്തിലെ ഒരു സെൻട്രലിലെ മാത്രം കണക്കാണ് അത്രയും വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ എത്ര രാജ്യങ്ങളിൽ എത്ര സെർവറുകൾ കാണും.
അപ്പം വളരെയധികം കോടിക്കണക്കിന് ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമുക്ക് വളരെയധികം ഹാർഡ് ഡിസ്കുകൾ അതുപോലെയുള്ള പുതിയ തരത്തിലുള്ള മെമ്മറി ഡിവൈസ് ഒക്കെ ഡെവലപ്പ് ആയത് ശരിക്കും 5th ജനറേഷൻ കമ്പ്യൂട്ടറിലാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വിൻഡോസ് XP, ഉബുണ്ടു, വിൻഡോസ് 7, വിൻഡോസ് 10 അതുപോലെ ആൻഡ്രോയിഡ് തുടങ്ങിയ ആധുനികമായിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എല്ലാം ഡെവലപ്പ് ആയത് 5th ജനറേഷൻ കമ്പ്യൂട്ടറിലാണ്. അപ്പോഴത്തേക്കും നമുക്കറിയാം വിൻഡോസ് XP ഏകദേശം 2000-ഓടുകൂടിയാണ് വിൻഡോസ് XPയുടെ തുടക്കം. പിന്നെ അതിനുശേഷം നമുക്ക് വിൻഡോസ് വിസ്റ്റ വന്നു, വിൻഡോസ് 7, 8, ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 10. പിന്നെ അതുപോലെ തന്നെ ഇതിന് പാരലായിട്ടുള്ള ഉബുണ്ടു, ഒരു ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഫ്രീ ആയിട്ട് എല്ലാവർക്കും യൂസ് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഉബുണ്ടു, ഇതിൻ്റെയൊക്കെ ഉദയം കൊണ്ടത് ശരിക്കും പറഞ്ഞാൽ 2000 ആണ്ടിന് ശേഷമാണ് ശരിക്കും ഇത് എല്ലായിടത്തും എത്താൻ തുടങ്ങിയത്. പിന്നെ നമുക്കിന്ന് കാണുന്ന പോലെ എല്ലാവർക്കും അറിയാം ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതുപോലെ തന്നെ മൊബൈൽ കമ്പ്യൂട്ടിംഗ് ഡിവൈസ്, ഇതെല്ലാം ഡെവലപ്പ് ആയത് 5th ജനറേഷനിലാണ്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ വൈഫൈ, വയർലെസ് ഫിഡിലിറ്റി, ബ്ലൂടൂത്ത്, അതുപോലെ NFC കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇതുപോലുള്ള പുതിയ പ്രോട്ടോക്കോളുകൾ കമ്മ്യൂണിക്കേഷനിൽ വന്നു. അതായത് നമുക്കൊരു ഡിവൈസിൽ നിന്ന് മറ്റൊരു ഡിവൈസിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി യൂസ് ചെയ്താൽ മതി. അപ്പോൾ അവിടെ കേബിളോ ഒന്നും വേണ്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ടെക്നോളജി ഒക്കെ വന്നത് ശരിക്കും 5th ജനറേഷനാണ്. അത് എല്ലാവർക്കും കിട്ടത്തക്ക രീതിയിൽ ഡെവലപ്പായി വന്നത്. പിന്നെ അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതിന്റെ പ്രോഗ്രാമിങ്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ ജനറേഷനാണ്, അതായത് 5th ജനറേഷനാണ്. പിന്നെ വളരെയധികം മാസീവായിട്ടുള്ള മൾട്ടിമീഡിയ, നമുക്കറിയാം ഈ ഓഗ്മെന്റഡ് റിയാലിറ്റി, നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അതേ ഫീലിങ്ങോടുകൂടി നമുക്ക് വെർച്വലായിട്ട് ഇവിടെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള ടെക്നോളജീസ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം അവതാർ പോലുള്ള സിനിമയിൽ നമ്മുടെ ദേഹത്ത് ചെറിയ സീക്വൻസുകളൊക്കെ ഒട്ടിച്ചിട്ട് ആ ഒരു പിക്ചറിനെ വച്ചുകൊണ്ട് തന്നെ ഗ്രാഫിക്സ് ജനറേറ്റ് ചെയ്യുന്ന സിസ്റ്റംസ്, പുതിയ തരത്തിലുള്ള ഗെയിംസുകൾ, അങ്ങനെയുള്ള എല്ലാ കൺസെപ്റ്റുകളും ശരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്തത് 5th ജനറേഷൻ കമ്പ്യൂട്ടറിലാണ്. പിന്നെ അതുപോലെ തന്നെ ലാർജ് നമ്പർ ഓഫ് ഗാഡ്ജറ്റുകൾ, നമുക്കറിയാം ഇന്ന് കാണുന്ന പലതരത്തിലുള്ള ഗാഡ്ജറ്റുകൾ. ഇപ്പോൾ നമുക്ക് പ്രിന്ററും സ്കാനറും മാത്രമല്ല നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകൾ, അല്ലെങ്കിൽ കീബോർഡും മൗസും മാത്രമല്ല, നമുക്കറിയാം പലതരത്തിലുള്ള പേനകൾ. ഇപ്പോൾ ഇതൊരു ഗാഡ്ജറ്റാണ്. ഇത് ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ നമുക്ക് സ്ക്രീൻ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ക്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഗാഡ്ജറ്റുകളൊക്കെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുപോലെ സ്മാർട്ട് വാച്ച്, പിന്നെ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ്, ഇതെല്ലാം ശരിക്കും ഡെവലപ്പ് ആയത് 5th ജനറേഷൻ കമ്പ്യൂട്ടർ വന്നതോടുകൂടിയാണ്. നമുക്കിവിടെ ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ആദ്യകാലത്ത് ഒരു ഓഡിറ്റോറിയത്തിന്റെ ഒരു റൂമിന്റെ അത്രയും വലിപ്പമുള്ള കമ്പ്യൂട്ടറിൽ നിന്ന് ഇന്ന്, അതായത് ഈ 2020 കാലത്ത് പോക്കറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ 2 വിരലിന്റെ ഇടയ്ക്കിലോ ഒതുങ്ങുന്ന കമ്പ്യൂട്ടർ വരെ എത്തി. അപ്പൊ ഇത്രയും വലിയൊരു ഹിസ്റ്ററി അതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം റാസ്ബെറി പൈ എന്ന് പറയുന്ന കമ്പ്യൂട്ടർ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു തീപ്പിടിക്കൂടിന്റെ അത്രയും വലിപ്പത്തിൽ ഉള്ള റാസ്ബെറി പൈ 0 എന്ന് പറയുന്ന മോഡലുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലൊരു LCD കണക്ട് ചെയ്തിട്ട് ഇന്റർനെറ്റും ബാക്കിയുള്ള എല്ലാ ഫെസിലിറ്റീസും നിങ്ങൾക്ക് അതിനകത്ത് കിട്ടും. അപ്പോൾ ആ ഒരു കമ്പ്യൂട്ടർ വരെ എത്തി നിൽക്കുന്നു ഇന്നത്തെ കാലഘട്ടം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഓരോ വർഷം കഴിയുന്തോറും ഇലക്ട്രോണിക് കമ്പോണന്റിന്റെ സൈസ് കുറയുന്നു, പെർഫോമൻസ് കൂടുന്നു. അതാണ് ഏറ്റവും വലിയൊരു പോയിന്റ് എന്ന് പറയുന്നത്. ഇനിയും വരാനിരിക്കുന്ന കമ്പ്യൂട്ടർ ചിലപ്പോൾ നമ്മുടെ സ്കിന്നിനകത്ത് വയ്ക്കുന്ന ചെറിയ മോളിക്യൂൾസിന് അത്ര വലിപ്പമുള്ള മോളിക്കുലർ കമ്പ്യൂട്ടേഴ്സ് ആയിരിക്കാം. അപ്പോൾ ഒത്തിരി ഡെവലപ്മെന്റ് ഇനിയും റിസർച്ചുകളൊക്കെ നടക്കുന്നുണ്ട് ഇതിന്റെ പിന്നിൽ. പിന്നെ എടുത്തു പറയേണ്ട ഒരു ടെക്നോളജി ഉണ്ട്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്. അപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് 2000 തൊട്ട് ഇനിയും വരുന്ന 50 വർഷത്തിന് ഉള്ളിൽ എല്ലാവർക്കും സർവ്വസാധാരണമായിട്ട് എത്താൻ സാധ്യതയുള്ള ഒരു ടെക്നോളജിയാണ് IoT എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ വീട്ടിലെ ഫാന്, ലൈറ്റ്, TV, വാഷിംഗ് മെഷീൻ എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും, നിങ്ങളുടെ കാർ ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും ഇന്റർനെറ്റുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പം അങ്ങനെ കണക്റ്റഡ് ആയിരിക്കുമ്പോൾ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും, ലോകത്ത് എവിടെ നിന്ന് വേണമെങ്കിലും ആ ഡിവൈസിനെ വേക്കപ്പ് ചെയ്യാനും ആക്സസ് ചെയ്യാനും ഒക്കെ പറ്റും. അതായത് നിങ്ങൾ വീട്ടിലേക്ക് വരുമ്പം നിങ്ങളുടെ വീട് നിങ്ങളെ സ്വീകരിക്കാൻ തയ്യാറായിട്ടിരിക്കും. ഫാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഓണാവും, നിങ്ങൾക്ക് ഒരു കോഫി ഉണ്ടാക്കി തരും. അപ്പം അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് അതിൽ ചെയ്യാൻ പറ്റും. പ്രോഗ്രാം ചെയ്യുന്നതിനപ്പുറം സ്വന്തമായിട്ട് ചിന്തിച്ച് ഡിസിഷൻ എടുക്കുന്ന ഡിവൈസുകളാണ് ഇനിയും വരാൻ പോകുന്നത്. നമുക്കിപ്പോൾ തന്നെ അറിയാം, ആമസോൺ അലക്സ എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടിംഗ് ഡിവൈസ്, അതൊരു ശരിക്കും പറഞ്ഞ ഒരു ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓഡിയോ ഡിവൈസ് ആണ്. അപ്പോൾ അത് നമ്മൾ കൊടുക്കുന്ന റിക്വസ്റ്റിനനുസരിച്ച് അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി എന്ത് ചെയ്യും, അത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തിരഞ്ഞു പിടിച്ച് നമുക്ക് ഓഡിയോ ആയിട്ട് തിരിച്ചു തരുന്നു. അത് ഉപയോഗിച്ച് നമുക്ക് വീട്ടിലെ ഉപകരണങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങളുടെ പാടത്ത് ആരെങ്കിലും അതിക്രമിച്ച് കയറിയിട്ടുണ്ടെന്ന് വിചാരിച്ചോ, ഭാവിയിൽ ഡ്രോൺ നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു റിപ്പോർട്ട്, ഒരു വീഡിയോ റിപ്പോർട്ട് നിങ്ങൾക്ക് അന്നേരം തന്നെ നിങ്ങളുടെ ഫോണിൽ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ അവിടെ ഒരു കമാൻഡ് കൊടുക്കാനൊക്കെ പറ്റും. അപ്പോൾ ആ കാലമൊന്നും അധികം വിദൂരമല്ല. നമ്മൾ ലോകത്ത് എവിടെ ആണെങ്കിലും
എല്ലാവരും ഇപ്പോൾ കണക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു മൊമെന്റിൽ തന്നെ നമുക്ക് അവരുടെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഇനി ഭാവിയിൽ, അതായത് വരാനിരിക്കുന്ന കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫീലിങ്സ് തന്നെ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കമ്പ്യൂട്ടർ. അപ്പം ഞാനിവിടെ ഒന്ന് ടച്ച് ചെയ്യുവാണെങ്കിൽ ആ ടച്ച് നിങ്ങൾക്ക് അവിടെ ഫീൽ ചെയ്യും. അപ്പോൾ ആ രീതിയിലൊക്കെയുള്ള ഡെവലപ്മെന്റുകളൊക്കെ ഇനിയും വളരെയധികം വരാൻ കിടപ്പുണ്ട്. അതുപോലെ സ്മെല്ല്, അതായത് നമുക്കിപ്പം വീഡിയോ ഓഡിയോ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പോലെ വർഷങ്ങൾക്ക് ശേഷം സ്മെല്ല് ട്രാൻസ്മിറ്റ് ചെയ്യുക. അപ്പോൾ അതിനുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ നമ്മൾ പോയി ഒരു പ്രോഡക്റ്റ് എടുത്ത് നോക്കണമെങ്കിൽ വീട്ടിൽ നിന്ന് നമുക്ക് അതിൻ്റെ റിവ്യൂ നോക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് കമ്പ്യൂട്ടറിൽ ഉണ്ടാവാൻ ഇനിയും ഭാവിയിൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ. അതായത് പുതിയ ടെക്നോളജി വരുമ്പം നിങ്ങൾക്ക് ഇനി എക്സ്പെക്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെയാണിത്. അപ്പം എല്ലാവർക്കും ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൻ്റെ എല്ലാ കണ്ടന്റും വളരെയധികം നന്നായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പേഴ്സണലായിട്ടാണെങ്കിലും ചോദിക്കാം. അപ്പോൾ അതിനുള്ള ലിങ്കുകൾ ഇവിടെ ഞാൻ ഇടുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, ക്ലാസ് റൂമിൽ ഗൂഗിൾ ക്ലാസ് റൂമിൽ അറ്റൻഡൻസ് മസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഫീഡ്ബാക്ക് വഴി അറിയിക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി.